ഹായ് ഫ്രണ്ട്സ്, കറിക്കോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ടിപ്പാണ് കേട്ടോ. പാചകത്തിന് ആവശ്യമായിട്ടൊരു ടിപ്പാണ്. നമുക്കറിയാം, പാചകം ചെയ്യുന്ന ആളുകളും പാചകം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നാണ് കറിവേപ്പില എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ കറിവേപ്പില നമുക്ക് നന്നായിട്ട് വളരാനുള്ള ഒരു ടിപ്പാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ അറിയാം, കറിവേപ്പില എന്ന് പറയുന്നത് ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവരൊക്കെ ഈ കൺസ്യൂമർ സ്റ്റോറുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നുമൊക്കെ കറിവേപ്പില കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വയ്ക്കുകയാണ് പതിവ്. അത് നമുക്ക് അധിക ദിവസം അത് സൂക്ഷിച്ച് വയ്ക്കാനും പറ്റില്ല, പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും. അപ്പോൾ ഒരു ഫ്ലാറ്റിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു കറിവേപ്പില വളർത്തുമ്പോൾ അത് ഏറ്റവും നന്നായിട്ട് വളർത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇതിനകത്ത് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കറിവേപ്പില സാധാരണ ഒരുപാട് പേരെന്നോട് പറയാറുണ്ട്, പെട്ടെന്ന് അത് വാടിപ്പോകുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നു, ഉണങ്ങിപ്പോകുന്നു, ഇങ്ങനെ പല കാര്യങ്ങൾ പറയാറുണ്ട്. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ കൊണ്ടുവന്ന് വെക്കാറുണ്ട്, പക്ഷെ അത് വളരാറില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇലയൊക്കെ മുരടിച്ച് പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു പിടി ഉലുവ, അത് നമ്മുടെ ഒരു കൈക്ക് ഉലുവ എടുത്ത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് നിറച്ച് നമ്മൾ ഒരു ബൗളിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ പാത്രത്തിലോ ആയിട്ട് നമ്മൾ തലേദിവസം രാത്രിയിൽ ഇട്ട് വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഈ ഉലുവയെല്ലാം കുതിർന്ന് അതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം എന്നും നമ്മൾ കറിവേപ്പിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ കുറേ ദിവസം ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല മാറ്റം ഉണ്ടാകും. അപ്പം ഇതാണ് എൻ്റെ കറിവേപ്പിൻ്റെ ഒരു അവസ്ഥ. കാരണം മുഴുവൻ പോയിരുന്ന ഒരവസ്ഥയായിരുന്നു. ആ പോയിരുന്ന കറിവേപ്പിനെ ഞാനൊന്ന് വളർത്തിക്കൊണ്ട് വന്നത് ഈ ഒരു രീതി ഉപയോഗിച്ച്, ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അതിനനുസരിച്ചുള്ള കമൻസ് കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക്